കൃത്യമായ തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. IFFKയിൽ തിരഞ്ഞെടുത്ത മുഴുവൻ ചിത്രങ്ങളും പ്രദർശിപ്പിക്കുകയാണ് സംസ്ഥാന സർക്കാർ. കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയം സെൻസർ ഇളവ് നൽകാത്ത ചിത്രങ്ങളും പ്രദർശിപ്പിക്കാനാണ് തീരുമാനം. സംഘപരിവാർ ഭരണകൂടത്തിന്റെ ഏകാധിപത്യ വാഴ്ചയുടെ നേർക്കാഴ്ചയാണ് വിലക്കെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശിച്ചത്. ഇത്തരത്തിലുള്ള കത്രിക വെക്കലുകൾക്ക് പ്രബുദ്ധ കേരളം വഴങ്ങില്ല എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നു. ഫലസ്തീൻ സിനിമകൾ ഉൾപ്പെടെ 19 സിനിമകൾക്കാണ് കേന്ദ്രം അനുമതി നിഷേധിച്ചത്. ഹിറ്റ്ലറെ പോലെ ഫാസിസ്റ്റായി മോദി മാറിയെന്ന് മന്ത്രി MP രാജേഷും വിമർശിച്ചു. പേര് ബീഫ് എന്നാണെങ്കിലും അത് ഏതൊരു കുടുംബ കഥയോ മറ്റോ ആണ് എന്നാണ് കണ്ടത്. ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. കണ്ടപ്പോഴേക്കും ഈ സിനിമ നിരോധിച്ച ഹിറ്റ്ലറെ പോലൊരു ഫാസിസ്റ്റായിട്ട് മോഡി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നതിന് പിന്നെ കൂടുതൽ തെളിവിന്റെ ആവശ്യമുണ്ടോ? റോഷിപാലും സുനിഷ അയ്യലൂരുമാണ് ചേരുന്നത്. റോഷിപാൽ, വളരെ കൃത്യമായി തന്നെ നിലപാടെടുക്കുകയാണ് സർക്കാർ. ഒരു വെട്ടലിനും വഴങ്ങുന്നില്ല. എല്ലാ സിനിമകളും പ്രദർശിപ്പിക്കും. അതിൽ പലസ്തീൻ സിനിമകളും ഉണ്ടാകും, അല്ലേ? പലസ്തീൻ സിനിമ ഉൾപ്പെടെ 19 സിനിമകളാണ് IFFKയിൽ ഇതിൽ പ്രദർശിപ്പിക്കുന്നതിന് വിലക്കിയത്. അത് കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയത്തിന്റെ തീരുമാനമാണ്. അങ്ങനെ വിലക്കിയ സിനിമകളെല്ലാം പ്രദർശിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്കാണ് സർക്കാർ എത്തിയിരിക്കുന്നത്. നേരത്തെ പശ്ചിമ ബംഗാൾ ചലച്ചിത്രമേള നടക്കുന്ന ഘട്ടത്തിൽ സമാനമായ നിലപാട് വാർത്താ വിതരണ മന്ത്രാലയം സ്വീകരിച്ചപ്പോൾ അവിടെ മുഖ്യമന്ത്രി മമതാ ബാനർജി സമാനമായി നിലപാട് സ്വീകരിച്ചു. സിനിമകൾ സർക്കാർ വിലക്ക് ലംഘിച്ചുകൊണ്ട് അവിടെ പ്രദർശിപ്പിച്ചു. അതേ നിലപാടിലേക്ക് എത്തുന്നു. കാരണം ഈ സിനിമയിൽ പ്രത്യേകിച്ച് പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന അതൊരു പാക്കേജായി തന്നെ ഉണ്ടായിരുന്നു. ആ പാക്കേജ് ഉൾപ്പെടെ പ്രദർശിപ്പിക്കാൻ അനുമതി നൽകിയില്ല. അതിനൊപ്പം റഷ്യൻ വിപ്ലവം പ്രമേയമായ സിനിമയ്ക്ക് അനുമതി നൽകിയില്ല. ബീഫ് എന്ന പേര് ഉള്ളതുകൊണ്ട് മാത്രം സിനിമ വിലക്കുന്ന സാഹചര്യം. ഈ സാഹചര്യത്തിലാണ് കടുത്ത നിലപാടിലേക്ക് സർക്കാർ എത്തുന്നത്. ഈ കാര്യം സിനിമാ മന്ത്രി സജി ചെറിയാൻ തന്നെ സാമൂഹ്യ മാധ്യമത്തിലൂടെ നിലപാട് അറിയിച്ചതാണ്. മുഖ്യമന്ത്രി ഈ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർത്തിയത്. ഏതായാലും വിട്ടുവീഴ്ച ഉണ്ടാകില്ല. കാരണം ചലച്ചിത്രമേള അടുത്ത വർഷം നടത്താൻ പോലും പറ്റാത്ത സാഹചര്യത്തിലേക്ക് എത്തും ഇതിൽ വഴങ്ങിക്കൊടുത്താൽ എന്ന വിലയിരുത്തലിലേക്ക് അക്കാദമിയും ഒപ്പം വകുപ്പും എത്തിയ ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയത്. ശരി, സുനിഷ അയ്യലൂരുണ്ട്. IFFK വേദിയിലാണ്. സുനിഷ, വലിയ രീതിയിലുള്ള പ്രതിഷേധം നമ്മൾ കാണുന്നുണ്ടായി. ഇവിടെ എത്തിയ ചലച്ചിത്ര പ്രവർത്തകരൊക്കെ തന്നെയും പ്ലക്കാർഡുകളൊക്കെ ഉയർത്തി പ്രതിഷേധിക്കുന്നത് കണ്ടു. പക്ഷേ അതിനൊപ്പം മറ്റൊരു വിവാദം കൂടിയുണ്ട്. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ എന്തുകൊണ്ടാണ് ഇവിടെ ഇല്ലാത്തത്? ആദ്യമായിട്ടായിരിക്കും അങ്ങനെ IFFK നടക്കുന്നത് എന്നൊക്കെ മുൻ ചെയർമാൻ കമൽ തന്നെ വിമർശനവുമായി രംഗത്തെത്തുന്നത് നമ്മൾ കണ്ടു. അതെ വിനിത, അതെ, രണ്ട് തരത്തിലാണ് ഈ IFFK ചർച്ചയായത്. ഒന്ന് പ്രധാനമായും ഈ കത്രികപ്പുട്ട് ചില സിനിമകൾക്ക് വന്നു എന്നുള്ളതാണ്. മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ഉണ്ടായിരുന്നില്ല ഈ ചലച്ചിത്ര മേള തുടങ്ങി 5-ാം ദിവസം പിന്നിടുമ്പോഴും എന്നുള്ളതാണ്. നേരത്തെ തന്നെ ഒരു സിനിമയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രൊജക്ട് ഉണ്ട്. അതുകൊണ്ട് ഈ IFFK, അതായത് ഈ സ്ഥാനം ഏറ്റെടുക്കുന്നതിന് മുന്നേ തന്നെ അദ്ദേഹം ഈ വിവരം സർക്കാരിനെ അറിയിച്ചിരുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. പക്ഷേ സ്വാഭാവികമായും ഇത്തരം ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ഒരുപക്ഷെ ഈ സിനിമകൾക്ക് പൂട്ടിടുമ്പോൾ പോലും അതിൽ കൃത്യമായ ഒരു നിലപാട് പറയേണ്ടത് ചലച്ചിത്ര അക്കാദമി ചെയർമാനായിരുന്നു. പക്ഷേ ചലച്ചിത്ര അക്കാദമി ചെയർമാനെ ഇന്ന് കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയായിരിക്കാം സംവിധായകൻ ബിജു അടക്കമുള്ളവർ നേരത്തെ തന്നെ രംഗത്തെത്തിയിരുന്നു. ഒരു ഡമ്മി പോലെയാണ് ഈ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രവർത്തിക്കുന്നത്. ആദ്യമായാണ് ഇത്തരത്തിൽ ചലച്ചിത്ര മേളയിൽ അക്കാദമി ചെയർമാൻ ഇല്ലാതെ മുന്നോട്ട് പോകുന്നത് എന്നതടക്കമുള്ള രൂക്ഷ വിമർശനം ബിജുവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. പിന്നാലെ തന്നെ സംവിധായകൻ കമലും ഒപ്പം തന്നെ ഈ ചലച്ചിത്ര അക്കാദമിയുടെ മുൻ ചെയർമാൻ കൂടിയായ കമൽ പറഞ്ഞിരുന്നു അത്തരത്തിൽ, അതായത് റസൂൽ പൂക്കുട്ടിയെ പറയുന്നില്ല, അദ്ദേഹം നേരത്തെ തന്നെ ഈ കാര്യം പറഞ്ഞിരുന്നു. പക്ഷേ ഈ അവൈലബിൾ അല്ലാത്ത ഒരാളെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആക്കേണ്ടതുണ്ടോ എന്നൊരു ചോദ്യം കമൽ മുന്നോട്ട് വെക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അല്പസമയം മുമ്പ് ചലച്ചിത്ര അക്കാദമിയുടെ വൈസ് ചെയർപേഴ്സണും ഒപ്പം തന്നെ മറ്റ് ഭാരവാഹികളും അടക്കം പറഞ്ഞിരുന്നത് അദ്ദേഹം നിരന്തരം ഫോണിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് ഈ വിഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഓരോ തവണയും വിളിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. 19-ാം തീയതി ഇദ്ദേഹം എത്തുമെന്നുള്ളതാണ്, റസൂൽ പൂക്കുട്ടി എത്തുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ സമാപന ദിവസമായിരിക്കും റസൂൽ പൂക്കുട്ടി ഇവിടെ ഉണ്ടാവുക. ഒപ്പം തന്നെ ഈ പറഞ്ഞതുപോലെ ഈ സിനിമ വിലക്കിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടും വലിയ തരത്തിലുള്ള വിമർശനങ്ങളും ആശങ്കകളും ഒക്കെ പല ഭാഗങ്ങളിൽ നിന്നും ഉണ്ടായിരുന്നു. ഡെലിഗേറ്റുകളെല്ലാം തന്നെ 2 ദിവസമായി, കഴിഞ്ഞ ദിവസവും ഇന്നുമായാണ് ചില സിനിമകൾ ഇങ്ങനെ പ്രദർശനം തന്നെ നടത്താതെ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഡെലിഗേറ്റ് ഇവിടെ എത്തുന്നു, മടങ്ങിപ്പോകേണ്ട ഒരു സ്ഥിതി വരുന്നു. ഇവിടെ എത്തുമ്പോഴാണ് തിയേറ്ററിൽ നിന്നും ഈ സിനിമ മാറ്റിയെന്ന് അറിയുന്നത്. അത്തരത്തിലുള്ള വിവിധ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഏതായാലും അതിനെല്ലാം തന്നെ ഒരു പരിഹാരം കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നു മുതൽ തന്നെ ആ വിലക്കിയ സിനിമകളെല്ലാം തന്നെ പ്രദർശനത്തിനെത്തും. അതൊരു ആശ്വാസം പകരുന്ന കാഴ്ചയാണ്. ഒപ്പം തന്നെ ഏതായാലും ഇവർ പറയുന്നത് പ്രകാരം ഈ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ റസൂൽ പൂക്കുട്ടി നിരന്തരം ബന്ധപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇപ്പോഴും അസാന്നിധ്യം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്നത് തന്നെയാണ് വിനീത. ശരി, ഏതായാലും അദ്ദേഹം എപ്പോഴെത്തും, പ്രതികരണം എന്താകുമെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. ഏതായാലും എല്ലാ ചിത്രങ്ങളും, വിലക്കിയ സിനിമകൾ ഉൾപ്പെടെ എല്ലാ സിനിമകളും പ്രദർശിപ്പിക്കാം എന്ന് തന്നെയാണ് സർക്കാർ നിലപാടെടുത്തിരിക്കുന്നത്. റോഷിപാലും സുനിഷയുമാണ് വിവരങ്ങൾ നൽകിയത്.